ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. നിങ്ങൾ ഓർക്കുന്നില്ലേ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുപോലെ മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് കൊടുത്തത്? അപ്പോഴേ ഞാൻ പറയുണ്ടായിരുന്നല്ലോ നമുക്കത് മര്യാദയ്ക്ക് എടുക്കാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്ന്. സോ ഇന്ന് ഓൺലൈനിൽ നമുക്ക് ഡിസൈനറുടെ ഹെൽപ്പോട് കൂടെ നമ്മൾ മെഷർമെന്റ്സ് ഒക്കെ എല്ലാം എടുത്തു കൊടുക്കുവാണ്. പ്രത്യേകിച്ച് എൻ്റെ മെഷർമെന്റ്സിൽ കുറേയൊക്കെ പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കാകെ കൺഫ്യൂഷൻ ആയിരുന്നു എൻ്റെ ഷോൾഡർ ലെങ്ത്. എനിക്ക് കുറച്ചധികം ഷോൾഡർ ലെങ്ത് കൂടുതലാണ്. സാധാരണ എല്ലാവർക്കും 13 14 ഒക്കെയാണ് വരുന്നതെന്ന് പറയുന്നത് കേട്ടു. എനിക്കാണെങ്കിൽ 17 ലെങ്ത് ഉണ്ട്, ഷോൾഡർ ലെങ്ത്. അപ്പോൾ അതൊക്കെ അവർ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഗൈഡൻസോടുകൂടെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമായിരുന്നു. അതുപോലെ രാഹുലിൻ്റെ ഔട്ട്ഫിറ്റിനും വേണ്ട മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. എന്നെ നീ വെറുതെ വീണ്ടും ഉണർത്തരുത്. നിനക്ക് അറിഞ്ഞൂടാന്ന് എനിക്കറിയാം. അറിയാത്തവർക്ക് ചോദിച്ചു നോക്കിയാൽ മതി. എൻ്റെ മാനേജർ ട്രെയിനിങ് ഒക്കെ അതിഗംഭീരമായി നടക്കുന്നുണ്ട്. നാളെ ഫ്രൈഡേ ഇസ് മൈ ലാസ്റ്റ് ഡേ ഓഫ് ട്രെയിനിങ്. അപ്പൊ കറണ്ട് ആയിട്ടുള്ള നമ്മുടെ മാനേജർ നാളെയാണ് ലാസ്റ്റ് ഡേ. അപ്പോ അവർക്കൊരു സ്നേഹ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഷീ വർക്ക്ഡ് വിത്ത് അവർ ഓർഗനൈസേഷൻ ഫോർ മോർ ദാൻ 35 years. സോ എനിക്ക് കൂടെ നിന്ന് എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അറിയുന്നുണ്ട് ലാസ്റ്റ് ഡേ ആകുമ്പോൾ ഷീ ഈസ് ഗെറ്റിംഗ് സ്ട്രെസ്ഡ് ആൻഡ് ഇമോഷണൽ അറ്റ് ദ സെയിം ടൈം. സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ച് ഞാൻ എന്നെ ഇറങ്ങിയിരിക്കുകയാണ്, വിന്നേഴ്സിൽ വന്നിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ ആൻഡ് സീ, ഫൈൻഡ് ഔട്ട്. ആകെ കൺഫ്യൂഷനായി. എന്താ ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കുക? അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ എന്ത് സൈസാണെന്നൊന്നും എനിക്കറിയുന്നില്ല. അത് അപ്രോപ്രിയേറ്റ് ആണോ അതും എനിക്കറിയില്ല. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും കപ്പോ മഗ്ഗോ വാങ്ങിക്കാമെന്ന് വെച്ചാൽ അതും ഒരു ഡൗട്ട്. ഈ ഒരു കാർഡ് കൂടെ വാങ്ങിക്കണം. ഇപ്പം അതിന് എനിക്ക് വാൾമാർട്ടിൽ പോകണമെന്ന് തോന്നുന്നു. എന്തൊരു വെയില! പക്ഷെ ഇത് പെർഫെക്റ്റ് കാലാവസ്ഥയാണ്. എനിക്ക് ചൂടെടുക്കുന്നില്ല, ഞാൻ വേർക്കുന്നില്ല, തണുക്കുന്നില്ല. ചില സമയത്ത് നല്ല വെയിലാണെങ്കിലും ഭയങ്കര തണുത്ത കാറ്റടിക്കും. ബട്ട് ദിസ് ഇസ് പെർഫെക്റ്റ് വെതർ. എത്രയാ? 19 ഡിഗ്രി. സോ ടെക്നിക്കലി 19 ഡിഗ്രിയിൽ ഇപ്പം എനിക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. നാട്ടിലൊക്കെ പോയ എന്ത് ചെയ്യുമായിരിക്കും അല്ലേ ഞാൻ. കാർഡ് സെക്ഷൻ. ഇവിടെ ഇവരുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ ആണ്. എന്ത് കാര്യം വന്നാലും കാർഡ്സ് പാസ് ചെയ്യും. അതായത് റിട്ടയർമെന്റിന്, സിമ്പത്തിക്ക്, ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ, വെഡിങ്ങിന്, ബേബി ഷവറിന്, ലോസ് ഓഫ് പെറ്റ്, ലോസ് ഓഫ് ഡോഗ്, ലോസ് ഓഫ് ക്യാറ്റ്, ബ്ലാങ്ക് ഇൻസൈഡ് ആയിട്ട് വരും. എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ടേക്ക് യുവർ റിക്കവറി വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. പ്രേയേഴ്സ് ഓൺ യുവർ ഡേ, encouragement, retirement, man I love, thinking of you, loss of mother, sympathy. Oh my goodness. ഞാൻ എന്തായാലും അവിടെ നിന്ന് ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഒരു പുള്ളിക്കാരത്തേക്ക് ചേർന്ന പോലത്തെ ഒരു ഡ്രസ്സ് വിന്നേഴ്സിന് എടുത്തായിരുന്നു. വാൾമാർട്ടിൽ നിന്ന് ഒരു ഗ്രീറ്റിംഗ് കാർഡും ഒരു കുക്കിങ്ങിൻ്റെ ഒരു ബുക്കും ഗാർഡനിങ്ങിന് വേണ്ടതായിട്ടുള്ളൊരു ബുക്കാണ് വാങ്ങിച്ചത്. ഷി വാസ് സോ ഹാപ്പി. ചില പീപ്പിളുമായിട്ട് നമ്മൾ പെട്ടെന്ന് കണക്റ്റ് ആവുമല്ലേ, അതുപോലെയായിരുന്നു എനിക്ക് പുള്ളിക്കാരത്തി. അപ്പോൾ പോകുന്ന സമയത്ത് ഇത് കൊടുത്തപ്പോൾ ഭയങ്കര കെട്ടിപ്പിടിച്ചൊക്കെ നല്ല വിഷസൊക്കെ ചെയ്തിട്ടാണ് പോയത്. വാസ് സോ ഹാപ്പി ടു. പിന്നെ പതുപോലെ ഞാൻ നടക്കാൻ ഇറങ്ങുമല്ലോ, എത്തവണ ഞാൻ പ്രഭ്ജ്യോതിനെയും കൂടെ കൂട്ടിയിട്ടാണ് നടക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കുറച്ചുകൂടെ നടന്നപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നുണ്ടായിരുന്നേ.
എനിവേ വി റിയലി എൻജോയ്ഡ് വാക്കിംഗ്. എൻ്റെ ഈ വാക്കിംഗ് എന്ന് പറയുന്നത് വൈകുന്നേരം എൻ്റെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇത് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടത്തമാണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു തോന്നുന്നു. വെള്ളിയാഴ്ച വൈൻഡ് ഡൗൺ ചെയ്യുന്നത്. ഇന്ന് ഈവനിങ് ഒരു വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ഇപ്പോൾ ഫ്രൈഡേയ്സിൽ ഞാനൊരു ബാത്ത് എടുക്കുകയും ബാത്തിന് മുമ്പായിട്ട് ബാത്ത് ടബൊക്കെ വളരെ വൃത്തിയായി ക്ലീൻ ചെയ്ത് എപ്സം സോൾട്ടും അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് എസൻസ് ഓയിലും ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല സുഖമായിട്ടൊന്ന് കുളിച്ചിട്ട് വരും. അപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര റിഫ്രഷ്ഡ് ആവും. ഐപാഡ് നിങ്ങൾ അവിടെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഐ വാസ് വാച്ചിങ് എ സീരീസ്. എന്താണ് കാണുന്നത്? അല്ല, ഒരു യൂട്യൂബ് വീഡിയോ ആണ് കാണുന്നത്. ഐ ലൈക്ക് വാച്ചിങ് സം ഫേസ് ഒന്നും കാണിക്കാത്ത അല്ലെങ്കിൽ ശബ്ദമൊന്നും മീൻസ് സംസാരിക്കാത്ത ചില യൂട്യൂബ് വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ കാണുന്നത് ഭയങ്കര എനിക്കിഷ്ടമാണ്. സോ ദാറ്റ് വാസ് മൈ പെർഫെക്റ്റ് വൈൻഡിങ് ഡൗൺ ഈവനിങ്. അതിനുശേഷം നമ്മൾ ഈ വീക്കെൻഡ് ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോകാമെന്ന് തീരുമാനിച്ചു. എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നതെന്നൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷെ നിങ്ങളിവിടെ കാണുന്ന ഈ സാഹസം, രാഹുൽ ഈസ് ട്രൈയിങ് എ ഹെയർ സ്റ്റൈൽ ഓൺ മൈ ഹെയർ. മുടി കെട്ടുന്ന ചില സമയത്ത് ഞാൻ ഒരുങ്ങുന്നത് കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഡ്രസ്സ് ഇട്ട് നോക്കുക, ആ ഡ്രസ്സ് ഇട്ട് നോക്കുക, അല്ലെങ്കിൽ ഈ കമ്മൽ ഇതിന് ചേരും, അല്ലെങ്കിൽ ഈ വള ഇതിന് ചേരും, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഇത് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഷൂസ് ട്രൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റ് ചെയ്ത് തരാറുണ്ട്. ഇന്ന് അതുപോലെ വന്നതാ. എന്നിട്ട് മുടി കെട്ടാന്ന് പറഞ്ഞ് മുടി കെട്ടി തുടങ്ങി. ആദ്യം എന്തൊക്കെയോ ട്രൈ ചെയ്തു. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ഒരു ഹെയർ സ്റ്റൈൽ അത്ര റെഡി ആയില്ല. പിന്നെ രണ്ടാമത് 2 സൈഡത്തെ മുടിയൊക്കെ പിന്നി കെട്ടി, എൻ്റെ പൊന്നെ, ഇവരുടെ ആണുങ്ങളുടെ ഫിംഗേഴ്സിൻ്റെ കോർഡിനേഷൻ ഇല്ല. അത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഒരു മുടി പിന്നലെടുത്ത് ഇപ്പുറത്ത് വയ്ക്കുന്നു, മറ്റേതെടുത്ത് ഇപ്പുറത്ത് വയ്ക്കുന്നു. പക്ഷെ സംഹൗ ലൈക്ക് ഞാൻ ഈ ഒരു പോസ്റ്റും ഈ ഒരു ഫോട്ടോവും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ എവറി വൺ വാസ് ലൈക്ക്, ഓ മൈ ഗോഡ്, ഹീ ഈസ് സച്ച് എ നൈസ് ഗായ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോംപ്ലിമെൻറ്റ്സ് ആയിരുന്നു. ബട്ട് ഐ ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ് ടു. നമുക്ക് നേരിട്ട് കാണാൻ അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹീ ട്രൈഡ്. വി ഹാവ് ടു ഈ എഫേർട്ടിന് പറയണ്ടേ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് മുടിയൊക്കെ കെട്ടി. അതിനുശേഷം ഈ പറഞ്ഞ പോലെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വിചാരിച്ചു എന്നാൽ പിന്നെ ലഞ്ച് പുറത്തുനിന്നാകാമെന്ന്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയില്ല. പ്രഭ്ജോതാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പം പ്രഭ്ജോതിൻ്റെ അടുത്തും കൂടെ റെഡിയായിട്ട് പോരാൻ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡ്രൈവിന്, ഞങ്ങൾ രണ്ടുപേരല്ല, ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഡ്രൈവിനൊക്കെ പോയി എവിടെന്നെങ്കിലും പറ്റിയ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇറ്റ് വാസ് സച്ച് എ നൈസ് വെതർ. ഇന്ന് ഭയങ്കര വെയിലും പക്ഷെ എന്നാൽ ചൂടും ഇല്ല. ഒരു കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. സോ വി വെൻ ഫോർ എ ലോങ് ഡ്രൈവ്. ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ റീജിയൻ, നമ്മൾ താമസിക്കുന്ന ഒരു ഹോം ടൗൺ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്കിവിടുത്തെ കുറേ പ്ലേസസും റോഡ്സും ഒക്കെ കാണുന്ന സമയത്ത് നമ്മുടെ നാട്ടും പുറമൊക്കെ പോലെ ഓർമ്മ വരും. കാരണം തിക്കി നിറഞ്ഞ മൊത്തം പച്ചപ്പ്, പിന്നെ ലേക്സൊക്കെ കാണുന്ന സമയത്ത് ഈ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഈ കായലും പച്ചപ്പും ഹരിതാപയും ഒക്കെ കാണുന്ന പോലെയാണ്. പല്ലും കാണിച്ചോണ്ടിരിക്കുന്ന ഉദ്ദേശം എന്താണ്? ഫോട്ടോ എടുക്കുന്നേ. എനിവേസ് നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയേ. രാഹുലിന് ചില സമയത്ത് ഇതുപോലെ ഡ്രസ്സസ് പിക്ക് ചെയ്ത് തരാനും ചൂസ് ചെയ്ത് തരാനും അതുപോലെ അക്സസറീസൊക്കെ അറേഞ്ച് ചെയ്ത് തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രാഹുലിൻ്റെ അമ്മ, വല്യമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവനൊരു ബർഗർ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനെ കുട്ടിയെ എങ്ങോട്ട് വേണമെങ്കിലും ഷോപ്പിങ്ങിന് കൊണ്ടുപോകും, അവനെങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ ഹീ ലൈക്സ് ഷോപ്പിംഗ്. അങ്ങനെ പെട്ടെന്ന് ബോറൊന്നും അടിക്കില്ല. അപ്പോൾ നമ്മൾ വിൻഡോ ഷോപ്പിങ്ങിനൊക്കെ കയറി ഇറങ്ങാൻ ഇതുപോലെ ഇതാക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്തെങ്കിലും ലാസ്റ്റ് ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുത്താൽ മതി, പിന്നെ ഹാപ്പിയാണ്. അപ്പോൾ യെസ്, ചില സമയത്ത് എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ തക്കുമായിരിക്കും ചൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ അമ്മയും അച്ഛനോടൊക്കെ പോയിട്ട് ഇത് മതിയോ, ഇത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ തക്കു ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ഇതുപോലെ എന്താ നല്ല ഡ്രസ്സ് പിക്ക് ചെയ്ത് തരാനും അല്ലെങ്കിൽ അക്സസറൈസ് ചെയ്യാനും ഒക്കെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരുക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അങ്ങ് നിന്ന് കൊടുക്കും.
ആ ഒരു ഗഡ്സിലാണ് ഇന്ന് അത്ര മുടിയൊന്നും ഓക്കെ അല്ലെങ്കിലും, ബട്ട് ഐ റിയലി അപ്രീഷിയേറ്റ് ഹിസ് എഫേർട്ട്. അപ്പോൾ ആ മുടിയും വെച്ചാണ് ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ കുറേ കടകളും കുറേ ബോട്ടിംഗ് ഡെക്കുകളും സ്ഥലങ്ങളും ഒക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ജസ്റ്റ് സം വിൻഡോ ഷോപ്പിംഗ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു ഏരിയ ഒരു ടൂറിസ്റ്റ് ഒരു സ്പോട്ടും കൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ കടകളിലെ പല സ്ഥാനങ്ങൾക്കും ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ കാണുന്ന പല സെഞ്ചി ഹാൻഡ് ബാഗ്സിനൊക്കെ നല്ല എക്സ്പെൻസീവ് റേറ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ പ്രൈസ് ടാക്സ് ഒക്കെ നോക്കി ഞാൻ പോവുമായിരുന്നു എന്തായാലും. ഇപ്പോൾ ഇവിടെ ശരിക്കും സ്പ്രിങ്ങിൻ്റെയൊക്കെ ഒരു അവസാനമായി, സമ്മർ ഇങ്ങനെ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്കിവിടെ രാവിലെ 5 മണിക്ക് നല്ല വെളിച്ചം കിട്ടും. അതുപോലെ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ പോകുമ്പോഴും ആകാശത്ത് നല്ല വെളിച്ചം ഉണ്ടാവും. ഡേയ്സ് ആർ ആക്ച്വലി ഗ്രോയിങ് എന്ന് വെച്ചാൽ ഡേ ടൈം ഡ്യൂറേഷൻ വളരെ ഇപ്പോൾ കൂടുതലാണ്. ഇത് വളർന്ന് ഏകദേശം ജൂൺ 21st or 22nd, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ ഡേറ്റ്, ബട്ട് ആ ദിവസമാണ് ഏറ്റവും ലോങ്ങസ്റ്റ് പകൽ വെളിച്ചം നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം പിന്നെ ദിവസത്തിൻ്റെ ദൈർഘ്യം ഇനി കുറഞ്ഞു വരും. എനിവേ, അതാണൊരു സമ്മറിൻ്റെ പീക്ക് ടൈം, അല്ലെങ്കിൽ ദാറ്റ്സ് ദ ബിഗിനിങ് ഓഫ് സമ്മർ എന്ന് ഇവിടെ എല്ലാവരും പറയാറുണ്ട്. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു, ഇതിന് ചുറ്റും ഈ ഡെക്കൊക്കെ ഇപ്പോൾ കാണുന്നില്ലേ, ഇതിനകത്തേക്കൊന്നും വിൻ്റർ സമയത്ത് ആൾക്കാരെ പോലും കയറ്റി വിടില്ല. കാരണം നമ്മുടെയൊക്കെ എത്രയും പൊക്കത്തിനൊക്കെ ഇവിടെ മഞ്ഞ് കാണും. ലേക്സൊക്കെ ഭയങ്കര ഫ്രോസ്റ്റാണ്. ഞാൻ കാലിൽ വെള്ളം മുട്ടിച്ച് നോക്കുന്നത് വേറെ ഒന്നുമല്ല, തണുപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എത്ര വെയിലടിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞാലും ലേക്സിൻ്റെ അടിയിലൊക്കെ ഭയങ്കര തണുപ്പായിട്ട് തന്നെയായിരിക്കും ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ലൊക്കേഷനിൽ നമുക്കിവിടെ ക്രൂസൊക്കെ ഉണ്ട്. വേണമെങ്കിൽ പേ ചെയ്തിട്ട് നമുക്ക് ക്രൂസ് റൈഡൊക്കെ വേണമെങ്കിൽ പോകാം. പക്ഷേ ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് സ്വന്തമായിട്ടൊരു ബോട്ടുണ്ടാവും, ബോട്ട് ഹൗസുണ്ട്, അതുപോലെ സ്കീ ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അങ്ങനെ ഫുള്ളി എക്യുപ്ഡാണ്. കുറച്ച് ഒരു കംഫർട്ടബിൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ടാവും. ഫിഷ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഹണ്ടിങ്ങിന് പോകുന്ന ആൾക്കാരായിരിക്കും, ബോട്ടുണ്ടാവും, ബോട്ടിങ്ങിന് പോകും. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിലും അവർ എൻഗേജ്ഡ് ആയിരിക്കും. ഞാൻ നോക്കുമ്പോൾ, കാരണം സമ്മർ വളരെ ഷോർട്ട് പീരീഡേ ഉള്ളൂ, അപ്പോൾ മാക്സിമം ദേ ലൈക്ക് ടു യൂട്ടിലൈസ്. ഇപ്പോൾ നമ്മൾ തന്നെ നോക്കിയാൽ ഒരു സാറ്റർഡേ സൺഡേ കിട്ടുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോകാനോ തോന്നുന്നില്ല. നോബഡി ലൈക്സ് ടു സ്റ്റേ ഇൻഡോർസ്, എസ്പെഷ്യലി ഡ്യൂറിങ് സമ്മർ. അപ്പോൾ മാക്സിമം നമ്മൾ പുറത്ത് പോവാണ്. ഇന്നെന്തായാലും ലഞ്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് അത് പരിപാടി ഒന്നും നടന്നില്ലേ. നമുക്കിഷ്ടപ്പെട്ട സ്പോട്ടുകളൊന്നും കിട്ടിയതില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ ബായു ആണെങ്കിൽ മിസ് ഔട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു ഈവനിങ് എന്നാൽ ഡിന്നറിന് പോകാം. നമ്മൾ സ്ഥിരമായി പോകുന്ന, ഞാനും തക്കും സ്ഥിരമായി പോകുന്ന ഒരു തായ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത്തവണ നമുക്ക് അവരെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ വി വെൻ ദെയർ, വി ഹാഡ് സം അമേസിങ് തായ് ഫുഡ്. അവർക്കും ഇഷ്ടമായി. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. ആപ്പറ്റൈസർ ഉൾപ്പെടെ നമ്മൾ 4 ഡിഷാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് 4 പേരും റേറ്റ് ചെയ്യായിരുന്നു ഓരോരോ ആരുടെ ഫുഡാണ് കുറച്ചുകൂടെ നന്നായിരിക്കുന്നത് വെച്ചിട്ട്. ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടമായത്. എനിക്ക് ഓർഡർ ചെയ്ത നൂഡിൽസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിവേസ്, നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസർവ് ഫോറസ്റ്റിനകത്ത് ഇൻഡിജീനിയസ് പീപ്പിളിൻ്റെ ഒരു ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് പോകുന്നത്. എസ്പെഷ്യലി ഇത്തവണ ഇപ്പോൾ ഭയങ്കര പെട്രോളിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലല്ലേ. അപ്പോൾ ഇവരുടെ ഔഡിക്കാണെങ്കിൽ ഭയങ്കര സുപ്രീം പെട്രോൾ തന്നെ വേണം. സോ അതിന് ഭയങ്കര എക്സ്പെൻസാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്പോട്ട് തപ്പി നമ്മൾ പോയതാണ് കേട്ടോ. ഭയങ്കര പീഡനമായിരുന്നു അശ്വിനിയുടെ അമ്മ. നമ്മളെ ഞാൻ സ്വരം പറഞ്ഞത് എന്നെ തെറ്റിക്കാൻ ശ്രമിക്കേണ്ട, നടക്കാത്ത കാര്യം ഞാൻ ഇത്രയൊക്കെ തിരിഞ്ഞു. അപ്പൊ അവര് കരയാൻ തുടങ്ങി. അയ്യോ, ഞാനിത് ആർക്കാണ് ഗിരിരാജൻ കാര്യം. ഈ കേട്ടത് വേറൊന്നുമല്ലേ, തക്കുവിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ പാലക്കാട് 2 ദിവസം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ പോയിരുന്നു. അപ്പോൾ പാലക്കാട്ടുകാരുടെയും എൻ്റെ അമ്മയുടെയും സ്വീകരണമൊക്കെ കേട്ട് കണ്ണ് തള്ളി അതിൻ്റെ വിശേഷങ്ങൾ പരാതികളൊക്കെ നമ്മളോട് പറയുമായിരുന്നേ. ഭക്ഷണം കഴിക്കാതെ വിട്ടില്ല, വാരിക്കോരി വിളമ്പുമായിരുന്നു. കുറേ കവറുകളും ചാക്കുകളും കണക്കിന് കുറച്ച് വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഒക്കെ കൊടുത്തു വിട്ടു എന്നൊക്കെ പറയുമായിരുന്നേ. സോ എനിവേസ്, നമ്മുടെ ഇനീഷ്യൽ റിലേഷൻഷിപ്പ് സമയത്ത് ഇതൊരിക്കലും വർക്കൗട്ട് ആയാലും ഇത്രയും ദൂരത്തു നിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ വണ്ടിയും ട്രെയിനും പിടിച്ചിട്ട് തിരുവനന്തപുരത്തു നിന്നുള്ള അമ്മ പാലക്കാട് എൻ്റെ വീട്ടിൽ 2 ദിവസം പോയി നിന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. ഇന്ന് ഡിന്നറിന് നമുക്ക് കപ്പയുണ്ട്, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് മീൻകറിയുണ്ട്, ചോറുണ്ട്, ചിക്കൻ നല്ലോണം വരട്ടിയതുണ്ട്, പിന്നെ ക്യാരറ്റ് ബീൻസും തോരനുണ്ട്.
പിന്നെ നല്ല പപ്പടമുണ്ട്. ചില ദിവസങ്ങൾ കുശാലാണ്, ചില ദിവസങ്ങൾ ലെഫ്റ്റ് ഓവേഴ്സ് ആയിരിക്കും. സോ ടുഡേ ഈസ് വൺ സച്ച് ഡേ, ഹാവിങ് എ ഗ്രേറ്റ് മീൽ ടുഡേ. നിങ്ങളിപ്പോൾ കാണുന്ന രംഗം മറ്റൊന്നുമല്ല കേട്ടോ. രാവിലെ മിക്കപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു വാല് പോലെ ഞാൻ പോകാറുണ്ട്. അത് തക്കൊരു അറിയുന്നതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ഡോറിൻ്റെ സൈഡിൽ നിന്ന് കീ ചെയിൻ ഇങ്ങനെ കിലുക്കും. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ ചില സമയങ്ങളിൽ വാഷ്റൂമിൽ നിന്നാണെങ്കിലും ചിലപ്പോൾ തുണിയില്ലാതെ ആണെങ്കിലും ചിലപ്പോൾ പുറത്തോട്ട് ഓടി പോകാറുണ്ട്, ജസ്റ്റ് ബിക്കോസ് ടു ക്യാച്ച് ഹിം. സോ ഇന്ന് വേറെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. തക്കൊരു ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഞാനത് പോസ്റ്റാക്കാൻ പോകാമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്തായാലും തക്കൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐ വാസ് ജസ്റ്റ് ക്യാച്ചിങ് ഹിം ഓൺ ടൈം. നിങ്ങൾ ഈ മരം കണ്ടോ? ഈ മരം ഫോൾ സമയത്തൊരു നല്ല അടിപൊളി കളറാണ്. ലൈക്ക് ഫ്ലൂറസെന്റ് ഓറഞ്ച് കളറാണ്. ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മരം. ഈ മരത്തിന് നടുക്കൂടെയാണ് ഇതിന്റെ ഇലക്ട്രിക് ലൈൻ പോയിരിക്കുന്നത്. അപ്പൊ മരം രണ്ടായി പിളർന്നാ പോയിരിക്കുന്നത്. നൈസ്. ജോലി കഴിഞ്ഞിട്ട് ബാഗൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല. ടോക്കാര് ഒന്ന് ടോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആണത്തെ യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. പക്ഷെ എന്നാലും ഇട്ടു. 2 ദിവസം കാണാതിരിക്കുമ്പോഴൊക്കെ കുറച്ച് പേര് അന്വേഷിച്ച് വന്നിരുന്നു. താങ്ക് യു ഗൈസ്, താങ്ക് യു. ഞാൻ പറയുന്നത് തള്ളാണെന്ന് തക്കുന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? സത്യമായിട്ട് ചോദിച്ചു വന്ന കേട്ടോ. ആ ചോദിച്ചു വന്നിട്ട് താഴെ കമന്റ് ചെയ്യാം പ്ലീസ്. പ്ലീസ്, അഭിമാന പ്രശ്നമാണ്. പാരമ്പര്യമായിട്ട് ചിലർക്ക് ഡയബറ്റീസ് ഉണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് തക്കൊരു പാരമ്പര്യമായിട്ട് കിട്ടിയതെന്ന് തോന്നുന്നു നടുവേന. ഞാൻ കാണുമ്പോൾ മുതൽ നടുവേന എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ ആയുർവേദത്തിലും ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു കൈറോപ്രാക്ടറിനെ കാണാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നേ. ഇത് തക്കൊൻ്റെ സെക്കൻഡ് അപ്പോയിൻമെൻ്റ് ആണ്. എനിക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് ഒരു 45-1 hour ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ റിസപ്ഷനിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കും. പക്ഷെ എന്നാലും കൂടെ പോകും കേട്ടോ. ആ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞാൻ തക്കുനെയും കൂട്ടിയിട്ട് നമ്മൾ നടക്കാൻ പോയി. അങ്ങനെ നിങ്ങൾക്കറിയാലോ, നടക്കാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ കുത്തിപ്പൊക്കുകയാണ് സാധാരണ പതിവ്. പിന്നെ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് നല്ല മൂഡായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് നടക്കാൻ വന്നു. വി വെന്റ് ടു ദ സെയിം പ്ലേസ്. എല്ലാവരും ചില്ല് ചെയ്യായിരുന്നു. അവനവൻ്റെ ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. പിള്ളേരൊക്കെ ഓൾറെഡി ഇപ്പോൾ വെള്ളത്തിലാണ്. ഞാൻ 2-3 തവണയായിട്ട് വെള്ളത്തിൻ്റെ തണുപ്പും വളവും ഇതാകാൻ വേണ്ടിയിട്ട് പലതവണ കാലൊക്കെ തൊട്ട് നോക്കിയിട്ടുണ്ട്. ഭയങ്കര ഫ്രീസിങ് കോൾഡ്. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു ചൂട് ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടില്ല. ഇറ്റ് മൈറ്റ് ടേക്ക് 1 more month. എന്തായാലും വി വെന്റ് ഫോർ എ വാക്ക് ചെയ്ത് നമ്മൾ എവിടെ എത്തിയത് ഈ വീഡിയോൻ്റെ കുറച്ച് ഭാഗം കൂടെ കഴിയുമ്പോഴത്തേക്ക് അറിയും. ഞങ്ങൾ നടന്ന് വന്നപ്പോഴത്തേക്കും, ഞാൻ സാധാരണ നടക്കാൻ പോകുമ്പോൾ പ്രഭുചോത്തിനോട് ഞാൻ ചോദിക്കും, ഐ എം ഗോയിങ് ഫോർ എ വാക്ക്, ഡു യു വാണ്ട് ടു ജോയിൻ എന്ന് ചോദിക്കാറുണ്ട്. കുക്ക് ചെയ്യാനുള്ളത് കൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അശ്വിനി നടക്കാൻ പോയിട്ടുണ്ടോ, ഞാൻ ഇപ്പോൾ ഫ്രീ ആണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനും തക്കും കൂടെ ഉണ്ട്, നിങ്ങൾ 2 പേരും കൂടെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ അവരും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത്. അപ്പം നമ്മൾ ഈ പാർക്കിൻ്റെ ഭംഗി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു പാർക്കിലേക്കാണ് പോയത്. അവിടെ ഇങ്ങനെ കറങ്ങി നടന്നു. അതിനുശേഷം എല്ലാവർക്കും പെട്ടെന്നൊരു ക്രേവിങ് ഉണ്ടായി. ക്രേവിങ് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു തക്കുവാണെന്ന്. പെട്ടെന്ന് എന്നാ ഒരു ചായ കുടിച്ചാലോ, അല്ലെങ്കിൽ എന്തോ ഒരു കേരള ഫുഡ് കഴിക്കാൻ തോന്നുന്നൊക്കെയായി. പിന്നെ നമുക്ക് തൊട്ടടുത്തൊന്നും കേരള റെസ്റ്റോറൻ്റ് ഇല്ല. അടുത്ത് ഏറ്റവും ക്ലോസസ്റ്റ് ഒരു കേരള റെസ്റ്റോറൻ്റ് ഉള്ളത് ഒരു 100 kilometers പോകണം. അപ്പോൾ പാർക്കിലൂടെ നടന്നും കളിച്ചും ചിരിച്ചും അവസാനം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരി എന്നാൽ ഈ 100 kilometer ട്രാവൽ ചെയ്തിട്ട് നമുക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഈ പറയുന്ന ഈ സമയം ഏകദേശം ഒരു 10 മണിയോ 9 മണിയോ അടുപ്പിച്ചായി. ഈ വെളിച്ചൊന്നും കണക്കാക്കരുത്, അത്രയും ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഓൾറെഡി ഡിന്നർ കഴിച്ചതുമാണ്. ബട്ട് ഈവൻ ദോ നമ്മൾ എന്നാൽ നൈറ്റ് ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്കാണ് പോയേ. കൊള്ളാവോ?
ഒരു ബുക്ക് വെച്ചാ ഒരു ബുക്ക് എടുത്തോണ്ട് പോവാ. അതാ പറഞ്ഞു. ഗുഡ് ന്യൂസ്. ഞാൻ ഇറങ്ങിപ്പോട്ടെ. ഞാൻ ആ കൊതി വരുന്നുണ്ട് ഇല കണ്ടിട്ട്. പോട്ട് ബാ. ഈ ലേറ്റ് നൈറ്റ് ഫുഡ് അടി വളരെ ഇമ്പൾസീവ് ആയിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നേ. ഏകദേശം നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയപ്പോൾ 10 മണി കഴിഞ്ഞു. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് വീടൊക്കെ എത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് വാസ് ലൈക്ക് അറൗണ്ട് 1 o'clock ആയി. അടുത്ത ദിവസം എല്ലാവർക്കും ജോലിയുള്ളതാണ്. എന്തായാലും പൊറോട്ടയും ബീഫും ഒക്കെയാണ് വാങ്ങിച്ച് കഴിച്ച്. ഇത് ദഹിച്ചതുമില്ല. അടുത്ത ദിവസം നമ്മൾക്ക് പലർക്കും വയറിനൊക്കെ ഒരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. എന്തായാലും വോട്ടവർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവും കൂടെ ഞാൻ ചെയ്യേണ്ടതായിട്ട് വന്നു. എല്ലാവർക്കും ഒരേ വേവ് ലെങ്ത്തിൽ എല്ലാവർക്കും ഒരുപോലെ വട്ടാകുമ്പോൾ എന്ത് ചെയ്യുമല്ലേ. സോ ഇറ്റ് വാസ് ആക്ച്വലി ഫൺ. ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളുകൾ പുറകെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഐ വാസ് ഡ്രൈവിങ്. എന്തായാലും ഇറ്റ് വാസ് ആക്ച്വലി ഫൺ. ഗൈസ്, ഞാൻ എൻ്റെ പോസ്റ്റ് ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് പോകാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ട് അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇറ്റ് ഹാസ് കം ഫ്രം സിംഗപ്പൂറോ മലേഷ്യ, സിംഗപ്പൂർ എന്നാണ് പറഞ്ഞത്. സോ ഇറ്റ് ടുക്ക് ആക്ച്വലി 2 weeks. മോളി ഞാനാണെങ്കിൽ ഇത് എന്താ വരാത്തേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ അപ്ഡേറ്റ് തന്നു, പോസ്റ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. So I'm going to check that. I'm so excited for it. ഒരു ലക്ഷറി പ്രൊഡക്റ്റാ. Oh my god, ഒരു പോർഷെ നിൽക്കുന്നു. Wow. ഇന്നും അതുപോലെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ ഇറങ്ങേ. എനിക്ക് എന്താണെന്നറിയില്ല, ഐ ഓൾവേസ് ഫീൽ ലൈക്ക് സോ എനർജറ്റിക്. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ദിവസമാണ്. രാവിലെ എണീറ്റ് തക്കുവിനെ ജോലിക്ക് കൊണ്ടുവിട്ടിട്ട് നേരെ ജിമ്മിൽ പോവും, കാർഡിയോ ചെയ്യും, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും. അതിനുശേഷം ഓടി വന്ന് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് പിന്നെ ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് നേരെ രാവിലെ പിക്ക് ചെയ്യാൻ പോകും. അതിനുശേഷം ചില ദിവസങ്ങളിൽ ഡിന്നർ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ പോകും. ഇനി നടക്കാൻ പോയിട്ട് വന്നാലും ചില സമയത്ത് ഭയങ്കര എനർജി ആയിരിക്കും, ഭയങ്കര എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നും. അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ ഡേ സം ഡേയ്സ് ലൈക്ക് ഐ വിൽ ബി ഫിലിമിങ് ഫോർ ഇൻസ്റ്റാഗ്രാം ഓർ യൂട്യൂബ്. എനിക്കറിയില്ല, എനിക്ക് എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയി തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? പറയണേ. എന്നെ പോലെ അല്ല തക്കുവാണെങ്കിൽ ഭയങ്കര ടയേർഡാണ്. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനെടുത്തിട്ട് വേണമെങ്കിൽ നീ പോയിട്ട് വന്നു എന്നേ പറയുള്ളൂ. ബട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ്സ് ഡു ദിസ്, ലെറ്റ്സ് ഗോ ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ വേണോ എന്ന് ചോദിക്കും. അല്ല, നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് ടേക്ക് ഔട്ട് എടുക്കാം എന്ന് പറയും. ആ ടൈപ്പാണ് നമ്മൾ രണ്ടുപേരും. ഇന്ന് എന്തായാലും ജോലിക്ക് പോകാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നേ. യു നോ വൈ? ബിക്കോസ് ഓഫ് ദിസ് ന്യൂ ബാഗ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ലഞ്ച് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ പുറത്ത് ഇൻഡിപെൻഡൻറ്റ് ഗ്രോസറിൽ പോയിട്ട് ഒരു സൂഷി വാങ്ങിച്ചു. ഞാൻ സൂഷി കഴിച്ചിട്ട് ഒരുപാട് നാളായി. ഐ ലൈക്ക് സൂഷീസ്. കാലിഫോർണിയ റോൾസ് ആണ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അതും കഴിച്ച് ഞാൻ പണിയെടുക്കുകയാണ്. ഇതുപോലെ ലഞ്ച് ബ്രേക്കിനൊക്കെ എനിക്ക് വേണമെങ്കിൽ പുറത്ത് പോകാം, വീട്ടിൽ വന്നൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പെട്ടെന്ന് ജോലി തീർത്തിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകാനുള്ള പരിപാടികളെ നോക്കാറുള്ളൂ. ആൻഡ് പുതിയ ജോലിയിലൊക്കെ കയറിയിട്ട് വളരെ ഹാപ്പിയായി പോകുന്നു. ഐ എം വെരി ഓർഗനൈസ്ഡ്. നിങ്ങൾക്ക് എന്നെ പണ്ട് മുതലേ അറിയുവാണെങ്കിൽ അറിയാമായിരിക്കും, ഐ കീപ്പ് എവറിത്തിങ് വെരി ഓർഗനൈസ്ഡ്. പിന്നെ ഈ മാനേജ്മെൻറ്റ് റോളിലേക്ക് കയറിയതിന് ശേഷം ഇറ്റ്സ് ബീൻ ലൈക്ക് എന്താ പറയുക, ഷോർട്ട് ടേമിൽ ഒരു ചെറിയൊരു ട്രെയിനിങ്ങോടെ കൂടെ നമുക്ക് കയറിയതല്ലേ. അപ്പം ഞാൻ കിട്ടുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു. പോരാത്തതിന് ഞങ്ങളുടെ ബ്രാഞ്ചാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഒരു 5-6 പേരെങ്കിലും പുതിയതായിട്ട് ഹയർ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഇപ്പോൾ എനിക്കുണ്ട്. സോ ഐ ലൈക്ക് ദിസ്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, അശ്വിനി ഹൗ യു ലൈക്ക് ദിസ് ന്യൂ റോൾ, ന്യൂ ബോസ്
എങ്ങനെയുണ്ട് ചോദിക്കും. ഞാൻ തമാശക്കാണെങ്കിൽ പറയും ഇല്ല, ഐ എം ലൈക്കിങ് ഇറ്റ് ബിക്കോസ് യു നോ വാട്ട് ഐ എം ഓൾവേസ് ബോസ് ഇൻ മൈ ഹൗസ് എന്നാണ് ഞാൻ പറയുന്നത്. ഐ എം ഓൾവേസ് വെരി ബോസി, യു നോ. ഐ എം ദാറ്റ് ഫസ്റ്റ് ബോൺ ഡോട്ടർ, ആംഗ്രി ഫസ്റ്റ് ബോൺ ഡോട്ടർ. ലൈക്ക് എല്ലാവരെയും ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു സ്വഭാവമുണ്ട്. സോ എനിവേ പുതിയ ജോലിയൊക്കെ അടിപൊളിയായി എന്തായാലും പോകുന്ന കേട്ടോ. ഗ്രോസറി വാങ്ങിക്കും, എന്നിട്ട് $100-200 പോയി പുറത്തും കഴിക്കും. എന്നിട്ട് നിനക്ക് മറ്റേ അൺകുക്കും മറ്റേ ഫ്രോസൺ ഫുഡും വേറെ വേണം. സൂക്ഷിക്കണം കേട്ടോ, പൈസന്റെ വില ഇറങ്ങി പെരുമാറും. ഇന്നലെ തോളത്ത് തൂക്കിക്കുന്നതൊക്കെ നടന്നുകൊണ്ട് പോകുന്ന ഒരു ബാഗിന് എത്ര രൂപ ചെലവാക്കിയത് മോള്? റിച്ച് പീപ്പിൾ ഷിറ്റ് ഒരുപാടുണ്ടല്ലോ ഇതൊക്കെ. ഇത് കേസ് മാത്രമായിട്ട് വരുള്ളൂ. ഒരു കേസ് വാങ്ങിക്കാം. നീ കുടിച്ചോ ഇടയ്ക്ക്? എല്ലാരും കുടിക്കുന്ന എന്ത്? എനിക്കെങ്ങനെ അറിയാം? മിനി ബൊബലി വേണ്ട, മാംഗോ. മാംഗോ ആണ്. ഒരെണ്ണമായിട്ട് കിട്ടുമെങ്കിൽ മേടിച്ചോ. ഇത് ഷുഗർ ഒന്നും ഇല്ല. ഒരെണ്ണമായിട്ട് കിട്ടുമെങ്കിൽ മേടിച്ചോ. ഒന്നും ഇല്ലതില്, അതുകൊണ്ട് എല്ലാരും കുടിച്ചു നടക്കാൻ തോന്നും. കടയിൽ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ചില സമയത്ത് വാങ്ങിക്കാൻ തോന്നില്ലേ? മാംഗോ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വാങ്ങിച്ച ഒരു സാധനമാണ്. ഞാൻ കുറെ പേരൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നുണ്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല വാട്ട വെള്ളം അതിൽ എഴുതിയിരിക്കുന്ന തന്നെ സോഡ വാട്ടർ വിത്ത് ഫ്രാഗ്രൻസ് എന്നാണ്. ബൊബ്ലി മാംഗോ ബൊബിലി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മാംഗോന്റെ ടേസ്റ്റ് ഒക്കെ ആയിരിക്കുന്നു. അപ്പോഴും പറഞ്ഞാണ് ഒരെണ്ണമായി കിട്ടുവാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതിയെന്ന്. ഞാൻ കേട്ടില്ല, ഒരു കേസ് വാങ്ങിച്ചു. യു നോ വാട്ട് ഹാപ്പൻ? ഞാൻ തന്നെ അത് കുടിച്ചു തീർക്കേണ്ടതായിട്ട് വന്നു. കളയാൻ സമ്മതിക്കില്ല. ഇതുപോലെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ടെൻഡൻസി കാണിക്കാറുണ്ട്. അതുകൊണ്ട് കളയാൻ സമ്മതിച്ചില്ല. എന്തായാലും അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള 2 സാധനങ്ങൾ വാങ്ങിച്ചു. തക്കുനാണെങ്കിൽ ഒരു 1 പീസ് കാർട്ടൂണിൻ്റെ ഒരു എന്താ ഇതിനെ പറയാ, അനിമേ വാങ്ങിച്ചു. ഞാനാണെങ്കിൽ ഇനി മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈഫ് ജാക്കറ്റ് വാങ്ങിച്ചു. എനിക്ക് സത്യമായിട്ട് നീന്താൻ അറിയില്ല ഗൈസ്, ബട്ട് ഹോണസ്റ്റ്ലി ഇറ്റ്സ് നോട്ട് സ്റ്റോപ്പിംഗ് മീ ടു ജമ്പ് ഇൻ ടു ദ ലേക്ക്. എനിക്ക് നീന്താൻ അറിയില്ല, വെള്ളത്തിലേക്ക് എടുത്ത് ചാടും, തക്കു പുറകെ വരും. കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ ഇത്തിരി വെള്ളത്തിലാണെങ്കിൽ ഞാൻ ഒന്ന് മുങ്ങിയായിരുന്നു. ഇതുപോലെ തക്കു ഓടി ഒന്ന് രക്ഷിക്കുകയൊക്കെ ചെയ്തു. എവിടെ നിന്നാണ് ഇത്രയും ഇമ്പൾസിവിറ്റി, എവിടെ നിന്നാണ് ഇത്രയും എനർജി എന്നൊന്നും അറിയില്ല. സംടൈംസ് ഐ ഫീൽ ഓൾ ഓഫ് ഇറ്റ്. എന്തായാലും അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങി. ഇതിലാ ബെയർ ഗേൾസ് വെള്ളം കുടിക്കുന്നത്. വെള്ളം ഇറങ്ങൂലേ? ഇല്ല, നോക്ക് സ്പൈസസ് നോക്ക്, നൈസ്. ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് സ്റ്റീക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് എനിക്കറിയില്ല, കാസ്റ്റ് അയൺ സ്കില്ലറ്റ്. ഇന്ന് തക്കുൻ്റെ വകയായിരുന്നേ മൊത്തം ഡിന്നർ. ചില സമയങ്ങളിൽ തക്കിന് ഭയങ്കര മൂഡ് തോന്നും കുക്ക് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ അങ്ങ് അടുക്കള അങ്ങ് വിട്ട് കൊടുക്കും. ഇത് നമ്മളുണ്ടാക്കിയുടെ സ്റ്റീക്ക്, സം കോൺ വിത്ത് സം ബട്ടർ, പിന്നെ മാഷ് പൊട്ടേറ്റോ വിത്ത് സം ഗ്രേവി. തക്കനും എനിക്ക് ഇഷ്ടമുള്ളൊരു ഒരു ഇംഗ്ലീഷ് ഡിന്നറാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വന്നതിന് ശേഷം പോത്തിറച്ചി കംപ്ലീറ്റ് ആയിട്ട് വേവിച്ച് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതുപോലെ ഒരു മീഡിയം റെയർ ഒക്കെയാണ് നമ്മൾ രണ്ടുപേരും കഴിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് തക്കുനെ അനൗൺസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഞാൻ കൗച്ചിൽ കിടക്കുവാണെങ്കിൽ എൻ്റെ തല തക്കുൻ്റെ മടിയിലായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ചെയറിലിരിക്കുകയാണെങ്കിൽ എൻ്റെ കാല് തക്കുൻ്റെ ദേഹത്തായിരിക്കും. It is always like that and he hates it. This is one way how I annoy him all the time. Decided to see Ichiji and Neji tomorrow. It's the engagement ceremony for you and Pudding. I suggest she get some rest. ഒരു നക്കിയിട്ടാ നമുക്ക് രണ്ടുപേർക്കും നല്ലോണം സ്വീറ്റ്സും സമാധാനത്തിൽ ഞാൻ കഴിക്കട്ടാ. പിന്നെ ഞാൻ ചില സമയത്ത് ഡയലോഗ് അടിക്കുമ്പോൾ എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ലാന്ന്. പക്ഷെ അതിന്റെ അടിയും വഴക്കൊക്കെയാണ് കണ്ടത്. വെള്ളം കുഴപ്പമില്ല, പോരുത്. I'm so excited. എന്നെ മെനക്കെടുത്തുമ്പോ നിനക്ക് എക്സൈറ്റ്മെന്റ് കൂടുതലായിരിക്കുമല്ലോ. എന്തിനായിരിക്കും എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് എന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. വേറെ ഒന്നുമല്ല, നമ്മൾ ഗ്രോസറിക്ക് പോയപ്പോ ഒരു ലൈഫ് ജാക്കറ്റ് വാങ്ങിച്ചിരുന്നു.
അതെങ്ങനെ ഉപയോഗിക്കാതെ ഞാനിങ്ങനെ പെട്ടിയിലെടുത്ത് വെക്കും? ശരിയല്ലേ? ഇന്നാണെങ്കിൽ നല്ലോണം ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും രാത്രിയൊക്കെ ആയിട്ട് ഭയങ്കര തണ്ടർ സ്റ്റോമും റെയിനിങ്ങും ആയിരുന്നു. എന്നാലും അതൊന്നും വകവെക്കാതെ മുങ്ങി കുളിക്കാൻ എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ ലേക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പൊട്ടും പൊടിയും ഒക്കെ ആയിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിയെന്നാ ഈ സ്പോട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് മറ്റൊരു സ്പോട്ടിൽ പോയതാണ്. അവിടെ ആണെങ്കിൽ പിള്ളേർ കുളിക്കുന്നതും കണ്ടു. അപ്പോൾ ഓക്കെ റെഡി എന്ന് പറഞ്ഞ് പോയി. കാലൊന്ന് നനച്ച് നോക്കിയപ്പോൾ എൻ്റെ മോനെ, കാലിൻ്റെ നഖം മുതൽ അല്ലെങ്കിൽ തലനാര് വരെ നമുക്ക് ശരീരം തരിച്ചോ. ഇപ്പോൾ സമ്മർ ആയതിനു ശേഷം എനിക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ജിമ്മിൽ പോകണം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒക്കെ ജോലി കഴിഞ്ഞ് നടക്കാൻ പോകും, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് കഴിയുമ്പോൾ വാട്ടർഫോൾസ് കാണാൻ പോകും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ ജിമ്മിൽ പോകുന്നൊരു ചെറിയ മോഡലുണ്ട്. ഞാൻ ഇന്നലെ രാവിലെയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. മര്യാദ കേൾക്കുക, കുറച്ച് കാര്യം അപ്പോൾ ഷേപ്പ് ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് സൺഡേ കുക്കിംഗ് പരിപാടികൾ കംപ്ലീറ്റ് തക്കു തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഗൈസ്. ഇന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. തക്കു ആയതുകൊണ്ട് പറയല്ല, എന്നെക്കാളും അതിഗംഭീരമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. സോ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി, ഇന്നലെ കപ്പയും ചിക്കനും ഉണ്ടാക്കി, ബിരിയാണി അതുപോലെ സ്റ്റിക്കും മാഷ് പൊട്ടേറ്റോ ഉണ്ടാക്കി. എവറിത്തിങ് വാസ് സോ എന്റെ പണിയൊക്കെ ഒരുക്കി, ഫുഡ് ഉണ്ടാക്കി, കുറച്ച് സേവ് ചെയ്തു, അടുക്കള മൊത്തം ക്ലീൻ ചെയ്തു, ഡിഷസ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോൾ അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അടുത്തൊരാഴ്ച മൊത്തം അങ്ങനെ കിടക്കും. സോ കുട്ടി കുട്ടി കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുന്നതാണേ. കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ നമ്മളെ കുറച്ച് ഓർഗനൈസ്ഡ് ആക്കാനും നമ്മുടെ പ്ലേസ് ക്ലീൻ ആക്കി വെക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആരുടേത് എന്തിനേ? സോ അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെന്താ, അത്രയൊക്കെ തന്നെ. ഇനി എനിക്ക് ഇതേ കണ്ടില്ലേ, ഈ ഒരാഴ്ചത്തെ മാത്രം തുണികളായി കിടക്കുന്ന ഇതൊക്കെ ഇനി മടക്കി വെക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു വിധമാവും. ഇപ്പൊ ഞാൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരാഴ്ച മൊത്തം ഇതിവിടെ ഇങ്ങനെ കിടക്കും. അപ്പൊ അതിനേക്കാളും ബെറ്റർ കുറച്ച് മടിയാണെങ്കിലും കുറച്ച് സമയം എടുത്ത് ഇതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ നാളെ മുതൽ ഒരു ഓട്ടമാണ്. പിന്നെ തിങ്കൾ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വരെ ഭയങ്കര റഷായിരിക്കും. അതിനിടയിൽ ഈവനിങ് വരുന്ന സമയത്ത് ചില ദിവസങ്ങൾ നമുക്ക് ഡിന്നർ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. രാവിലെ തുടങ്ങുന്ന ദിവസം വൈകുന്നേരം ഒരു 9 മണി വരെ ഇങ്ങനെ ഒരു ഫുൾ ഓട്ടത്തിലായിരിക്കും. ഞാൻ കഴുകി വെച്ചല്ലേ ഇതൊക്കെ. 2 ദിവസമല്ലേ അയാള് മറ്റേ ടവൽ എടുത്തിട്ട് 2 ദിവസം കുടുംബം കാണിക്കണോ? ആ, കുളിച്ചു കഴിഞ്ഞാൽ ടവല് 2-3 തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കഴുകണമെന്നാണ്. ഭയങ്കര ഫംഗസ് ഒക്കെ. എന്ത് ഉള്ളതാ. അങ്ങനെ മറ്റൊരു വീക്കെൻഡ് ഞങ്ങൾ വൈൻഡ് ഡൗൺ ചെയ്യുകയാണ്. കുക്ക് ചെയ്തു, ക്ലീൻ ചെയ്തു, അടിച്ചു തുടച്ചു, ലോണ്ടറി ചെയ്തു, മടക്കി എടുത്തു വെച്ചു, ബെഡ്ഷീറ്റ് വിരിച്ചു. പിന്നെന്താ, അടുത്ത ദിവസങ്ങളിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ പ്ലാൻ ചെയ്തു. ജിമ്മിലേക്ക് പോകാനുള്ള ജിം ബാഗ് റെഡിയാക്കി. പിന്നെ വേറെന്താ, എന്തൊക്കെയോ ചെയ്ത പോലെ തോന്നി. നോൺ സ്റ്റോപ്പ്. ഈവൻ വീക്കെൻഡ് ആണെങ്കിലും നമ്മൾ ഒരു വീക്കെൻഡ് ഇസ് ആക്ച്വലി എ റീസെറ്റിംഗ് ഡേ.
ഇപ്പൊ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കും. അതിനേക്കാളും ബെറ്റർ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുത്തി പൊക്കി രാവിലെയും കൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ ഇഷ്ടമല്ല, പക്ഷെ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യും. ഇതൊക്കെ ഞാൻ തുണി മടക്കി വെച്ചാൽ എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരുമോ, അല്ലെങ്കിൽ ഞാൻ പാത്രം കഴുകാം, എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരുമോ എന്നിട്ട് അല്ല ഒരു സ്ഥലത്ത് മടക്കി ബാക്കി അതിനുശേഷമാണ് ഞാൻ പുറത്തു വന്നത്. എന്തായാലും എനിക്ക് ആ പയ്യനെ അറിയാം. കഴിഞ്ഞ എൻ്റെ മുടിയുടെ ടെക്സ്ചർ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇത് വളരെ നേച്ചുറലായിട്ട് എയർ ഡ്രൈ ചെയ്തൊരു മുടിയാണ്. ഒന്നും ഒരു സിറമോ ഒന്നും അപ്ലൈ ചെയ്യാതെ വളരെ തേച്ച് കഴിയ മുടി എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ. അപ്പോൾ എൻ്റെ ചിൻ ലെങ്ത് വരെ എൻ്റെ മുടി ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടും അതിന് ശേഷം വളരെ കേളി ആയിട്ടാണ് കിടക്കുന്നത്. സാധാരണ ഇതാണ് എൻ്റെ ഒരു ഹെയർ ടെക്സ്ചർ. ഇപ്പോൾ എല്ലാവരും സ്റ്റൈലൊക്കെ ചെയ്യും, ബട്ട് ദിസ് ഇസ് ടെക്നിക്കലി ഹൗ മൈ ഹെയർ ലുക്സ് ലൈക്ക് നേച്ചുറലി. കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് മാത്രം ഞാൻ എത്ര മാങ്ങ കഴിച്ചെന്നറിയോ? ഒരു മിനിമം ഒരു 30 മാങ്ങ കഴിച്ചിട്ടുണ്ടോ? ഐ ലവ് മാംഗോ ഗൈസ്, ഐ ലവ് മാംഗോ. വാട്ട് സ്ട്രോബെറി, വാട്ട് ബ്ലൂബെറി, ഓൺലി മാംഗോ. That chamber and on the outside. ഇതാണ് തക്കുവിന്റെ ഫേവറേറ്റ് ഫുഡ്. അതും ഞാൻ കഴിക്കും. ഇന്നത്തെ പോലെ ഞാൻ വീണ്ടും ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി നടക്കാൻ വന്നിരിക്കണം ഗൈസ്. ഇവിടെ ഇപ്പം 7:30 കേട്ടോ. 7:30ക്കും ഇങ്ങനെ ഒരു നല്ല വെയിലുണ്ട്. ഞാൻ 6 മണിക്കൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയത്. അപ്പൊ നല്ല വെയിലുണ്ട്. ആ വെയിൽ തട്ടിയാലും നമ്മൾ ടാനാവും. പിന്നെ നമ്മുടെയൊക്കെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിന്റർ കംപ്ലീറ്റ് എന്തെങ്കിലും ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടാവും. പക്ഷെ ഒരൊറ്റ തവണ സൂര്യ വെളിച്ചത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളൊക്കെ ടാനാവും. ഇവിടെ ഉള്ള ഇന്ത്യനാണ് ഓഫ് കോഴ്സ്. ഞാനും പ്രഭയും നടക്കാൻ വന്ന സമയത്ത് അയാള് എന്തോ ഈ ലേക്ക് സൈഡിൽ എന്തോ ഒരു വേസ്റ്റ് കളയുന്നുണ്ടായിരുന്നു. ഞാൻ എന്താണെന്നൊന്നും കണ്ടില്ല, പക്ഷെ പ്രഭ പറയുന്നുണ്ടായിരുന്നു എന്തോ വേസ്റ്റ് ഉണ്ടായിരുന്നു, ബ്ലാക്ക് മാജിക് എന്തോ ആണെന്നും തോന്നുന്നൊക്കെ പറഞ്ഞു. അതെന്തോന്നും അറിയില്ല. പക്ഷെ വാട്ട് എവർ, നമ്മൾ നമ്മുടെ കൺട്രിയെ പൊല്യൂട്ടഡ് ആക്കി. ഇനി ഇവിടെ വന്നിട്ട് അവർക്ക് ഉണ്ടാക്കാതെയാണ് ബാക്കി. എന്ത് പറയാ.
എപ്പോഴെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞ വന്നാ. പക്ഷെ വെള്ളം ഇപ്പോഴും ഭയങ്കര തണുപ്പാ. ഇവിടെ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയൊക്കെ കുളിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു കംഫർട്ട് ലെവൽ ഇപ്പൊ എത്തുന്ന എനിക്കറിയില്ല. ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പ്. കാണുന്ന പോലെയല്ല, ഭയങ്കര ഫ്രീസിങ് കോൾഡ്. കാലാവസ്ഥ ഭയങ്കര ഹ്യൂമിഡാണ്. നീ ഇറങ്ങാൻ വന്ന് പറഞ്ഞ. പിന്നെ അത് മാത്രമല്ല, ഒരു ക്രീപ്പി ഗായ് ക്രീപ്പി ഗായ്. ഇയാളെ ഞാൻ ഹീസ് ആക്ച്വലി വൈറ്റ് ഗായ്. കഴിഞ്ഞ ഒരു തവണ പാർക്കിൽ വന്നപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളുടെ പട്ടിയും കൊണ്ട് വന്നു അടുത്തൊക്കെ വന്നപ്പോ ഞാൻ ഹൈ ഡോഗിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഹൈ എന്നൊക്കെ പറയില്ല. അപ്പൊ അതുപോലെ പറഞ്ഞപ്പോ അയാൾ എൻ്റെ അടുത്ത് അവാറിയുന്നായി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് തൊപ്പി കൊള്ളാം, കണ്ണാടി കൊള്ളാം, ഉടുപ്പ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു ബാഡ് അടിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതേ സെയിം മനുഷ്യൻ ഞാനും എൻ്റെ ഒരു കോവർക്കറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വേറൊരു പാർക്കിൽ, ഒരു സ്ഥലത്ത് വെച്ചിട്ട്. അപ്പൊ ഇയാള് ഞാൻ നിൽക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വന്ന് പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അറിയാത്ത പോലെയൊക്കെ നിൽക്കുന്ന പോലെ തോന്നി. ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയി, നമ്മൾ ഒരുമിച്ചാകും. പക്ഷെ അതിനുശേഷം ഇന്നിപ്പോ ഇയാൾ ഇവിടെ വെച്ച് കാണുന്നുണ്ടായിരുന്നു. അയാൾ എൻ്റെ ഫ്രണ്ടിൽ കിടന്ന് എൻ്റെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല കണ്ടപ്പോൾ അയാൾ പിന്നെ പട്ടിയും കൊണ്ടുവന്ന് എന്നെ മുട്ടിയില്ലാന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഹേ ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ഡോഗ്സ് എന്ന് പറഞ്ഞു. പിന്നെ ഹേ ഹൗ ആർ യു ഞാൻ മുമ്മടെ അങ്ങനെയൊക്കെ. ഓരോരോ ദിവസം പുതിയ പാർസൽസ് വരുവാണ്. എന്റെ വാക്സ് റോളർ തീർന്നായിരുന്നു. സോ അബൌട്ട് 4 other refills. അതിന്റെ വാക്സിന്റെ റീഫിൽസ് എങ്ങനെയാണ് വരുന്നത്? എനിക്കിങ്ങനെ മര്യാദക്ക് ഇങ്ങനെയൊന്നും പാർസൽ പൊട്ടിക്കാനുള്ള ക്ഷമയില്ല സത്യം പറഞ്ഞു. ഇതാണ് വാക്സ് റോളർ. ഇങ്ങനെ ആക്കും, ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്യും. ഇതിന്റെ ഹണി അലോവേര ഒക്കെ നല്ലതാണ്. So this is that which comes with the wipes, moisturizing wipes. പിന്നെ ഇതെന്റെ പുതിയ മോയ്സ്ചറൈസർ. കാരണം സമ്മർ ആയി കഴിഞ്ഞാൽ ഒരുമാതിരി ഹ്യൂമിഡ് ആയിട്ട് മറ്റുള്ള മോയ്സ്ചറൈസർ ഞാൻ ഇപ്പൊ സെറ്റഫിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുണ്ടാവും. സോ ഐ എം ട്രൈയിങ് ടു യൂസ് സംതിങ് വെരി ലൈറ്റ് വെയ്റ്റഡ് മോയ്സ്ചറൈസർ. ഇന്നൊരു വൃത്തികെട്ട കാലാവസ്ഥയായിരുന്നു. രാവിലെ 30 degrees, ഹൈ ഹ്യൂമിഡിറ്റി, വെരി സ്റ്റിക്കി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റിൽ ഞാൻ ഇന്ന് പോയത്. ആൻഡ് ഇപ്പൊ വരുമ്പോ തന്നെ കുളിക്കാൻ തോന്നുന്നു, അതുപോലെ ഒട്ടൽ. ഇന്നൊരു നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയി. സോ ഇറ്റ് ഇസ് ഫൈൻ. കോസ്റാക്സിന്റെ ഞാൻ ടോണർ, സീറം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മോയ്സ്ചറൈസർ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ എവിടെ ഉപയോഗിക്കും? വെരി ലൈറ്റ് വെയിറ്റ്. യെസ്, സോ ഇറ്റ് ഈസ് ഗുഡ്. പിന്നെ ഇതെല്ലാവരും ഉപയോഗിക്കുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച ഒരു സാധനമാണ് വാക്സ് സ്റ്റിക്സ്. ഒരു നല്ലൊരു എന്ത് പറഞ്ഞാൽ സ്ലീക്ക് ബൺ കിട്ടാൻ വേണ്ടി സ്റ്റിക്സ്. പിന്നെ എന്റെ ക്യാമറയ്ക്ക് ഒരു ND ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട്, 2 ക്യാമറയ്ക്ക്. ഇടിയപ്പത്തിന് പിഴിഞ്ഞാന്നുണ്ടോ? എല്ലാത്തിനും അടിയിലൊരു ക്ലോസ് ഉണ്ട്, തക്കു വന്നില്ല. അപ്പൊ എന്ത് ചോദിച്ചാലും തക്കു വന്നില്ലല്ലോ എന്നും പറഞ്ഞ് എന്റെ തലയില് കുറ്റമാണ്. അത് വേണം. തക്കു എങ്ങനെ ഫുഡ് കഴിക്കുന്നതിന്റെ വീഡിയോ എടുത്താണ് ഞാൻ. ഇനിയിപ്പോൾ ഓണസദ്യ ആണെങ്കിലും വിഷുസദ്യ ഒക്കെ ആണെങ്കിലും
ചോറിൻ്റെ കൂടെ എല്ലാ തോരനും എല്ലാ ഒഴിച്ചുകറിയും അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കും. ഇങ്ങനൊരു രീതിയിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അതുപോലെ ഇങ്ങനെ ചായ കുടിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദമൊക്കെ എനിക്ക് ഭയങ്കര ഒരു അരോചകമായിരുന്നു. പക്ഷേ ആഫ്റ്റർ ലിവിങ് വിത്ത് ദിസ് ഗായ് എൻ്റെ ഇഷ്ടക്കേടുകളെ അല്ലാതായി. ഐ ഹവ് ബീൻ കംപ്ലീറ്റ്ലി അഡാപ്റ്റഡ് ടു ഓൾ ദിസ് ചേഞ്ച്. Do you want to work? What's up? Hey, you pretty kitty. എനിവേ ഗൈസ്, ഐ എം ഗോണ വൈൻഡ് ഡൗൺ ദിസ് വീഡിയോ. ഇതൊരു ലോങ് വീഡിയോ ആയി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.